മതി മതി, നോക്കിപ്പോ. ഗുഡ് മോർണിംഗ് മാം. അയാൾ നോർമൽ ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് അബ്നോർമലായി? ഇവിടെ അല്ല അങ്ങനെ. കാർത്തിക് 2 ദിവസം എൻ്റെ വീട്ടിലാണ് നിന്നേ. അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് അവ സമ്മതിക്കുന്നില്ല. നിന്റെ ഫ്രണ്ട് ഇവിടെ സന്തോഷമായിരിക്കും. ഓക്കെ ഗിരീഷ്, നിങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിക്കോ. ഞാൻ സോഫിയുടെ കയ്യിൽ കീ കൊടുത്തുവിടാം. ഓക്കെ? അടിപൊളി ഫ്രോക്കാണല്ലോ സോഫി. ഇതാ റൂം, ഒരു സ്പെഷ്യൽ റൂം. അതാ 4-5 വർഷമായി പൂട്ടിയിട്ടേക്കുന്നെ. 4 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പെണ്ണ് തൂങ്ങി ചത്തത് ഇതിനകത്തായിരുന്നു. പേടിച്ചു പോയോ? ചുമ്മാ പറഞ്ഞതാ. പോത്തിനെ പോലെ വളർന്നിട്ടും വെറും പേടിത്തൊണ്ടനാണല്ലോ നീ. പേടിക്കാതെ പോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെന്താ? അതല്ല സോഫി, നിനക്കും എല്ലാം അറിയാന്നാ വിചാരിച്ചേ. എന്ത്? അത് തന്നെ, ആ പ്രേതകഥ. പ്രേതകഥയോ? അതെ സോഫി, നീ പറഞ്ഞതുപോലെ. എന്നാൽ ഒരു പെണ്ണല്ല, 3 പെൺകുട്ടികൾ. +2 തോറ്റതുകൊണ്ട് ഒരുമിച്ച് ഈ മുറിയിൽ ഷാള് കഴുത്തി കെട്ടി ചത്തുപോയി. ഈ ലോകത്തിലെ എനിക്ക് ഇഷ്ടമില്ലാത്ത 4 പേർ. എനിമി നമ്പർ 1 കാർത്തിക്, 2 KARTH. ഇതാണ് ഡാവിഞ്ചി കോഡ്. ബാക്കി 3 പേർക്കും എന്താ ചെയ്യാ? ജഗൻ, ഗിരീഷ്, സുനി ഡ്യൂവലാ ചെയ്യാം. Bad boys with a power to you. Blowing your mind, so you gotta get into 5. What you waiting for? മച്ചാ, ഈ പെയിന്ററെ നമ്മൾ എന്താടാ ചെയ്യുന്നേ? കൈ അങ്ങ് മുറിച്ചാലോ? കയ്യെ മാത്രമല്ല മച്ചാ, ഇവന്റെ ചേർത്ത് മുറിക്കണം. അവന്മാരെന്താ ചെയ്യലേ? നീയൊക്കെ എന്തോ ഉണ്ടാക്കുമെന്നാ? എന്താന്ന് വെച്ചാൽ ചെയ്യടാ. ഒന്ന് പോടാ. വാടാ. എന്താടാ? ഒന്നുമില്ല മച്ചാ, ഞാൻ വാൾ പെയിന്റിംഗ് ചെയ്യുമായിരുന്നു. ഓടിക്കോടാ. എറിഞ്ഞാണ് തല പൊട്ടിക്കണ ബോൾ കൊണ്ട്. അയ്യോ, ഹലോ മാം. ഹായ് മാം. കഴിഞ്ഞ പണിഷ്മെന്റിൽ അല്പം ചെറുതായിരുന്നെന്നാ തോന്നുന്നേ. 1/2 മണിക്കൂറായി തുടച്ചുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് ബെല്ല് വളരുന്നെന്നാ തോന്നുന്നേ. ബെല്ലല്ലട വളർന്നേ, നിന്റെ എല്ലാം വളർന്നേ. താഴേക്ക് ഇറങ്ങി വാ. എന്തൊക്കെ വളർന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് തരാം. അത് തന്നെ, അങ്ങനെ തന്നെ വേണം മച്ചാ. ഇനി താമസിപ്പിക്കല്ലേ. കൈ പോകുന്നതല്ലാണ്ട് അഴുക്ക് പോകുന്നില്ല. ഇത്രയും ഹൈറ്റിലിരിക്കുന്ന ബെല്ലിൽ അഴുക്കിരുന്നാലെന്താ, ഇല്ലേലെന്താ? അതാ ടൂർ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് മിണ്ടാതെ ബെല്ലങ്ങ് വിൽക്കാമെന്ന്. ആരാ കേട്ടത്? എന്താ പറഞ്ഞേ? ബെല്ല് വിൽക്കാമെന്നോ? ഈ ബെല്ല് 150 വർഷമായി ഇവിടെ തന്നെ ഉണ്ട്. അതെ മാഡം, ബെല്ല് വളരെ പഴയതായി പോയി. പുതിയതേതാണ്. ബെല്ല് വളരെ പഴകിപ്പോയി. വേറെ എന്തെങ്കിലും തൂക്കാമെന്നാ ഇവൻ പറയുന്നേ. അല്ല മാം, നിങ്ങൾ ഈ ബെല്ല് മൂർ മാർക്കറ്റിൽ നിന്ന് പഴയ വിലക്ക് വാങ്ങിയതാന്ന് ഇവനാ പറഞ്ഞത്. ഇത് വേഗം തീർത്തിട്ട് ടോയ്ലറ്റും ക്ലീൻ ചെയ്യാനുണ്ട്. യെസ് മാം. എന്നാലും നിന്റെയൊക്കെ സൂക്കേട് വേണ്ട മാം. തുടക്കണേ.
സോറി, ടെക്നിക്കൽ എറർ. ഓടല്ലേ? മില്ലിമീറ്റർ എനിക്ക് കൊടുത്താടാ. കറക്റ്റ് ടൈമിലാ വന്നത്. എടുത്തോ. എന്താ ഇവിടുന്ന് പോവാണോ? പോകുന്നില്ല, ഇന്നാ എന്റെ ബർത്ത്ഡേ. ആ അതെ അതെ, ന്യൂസിലെ ഹെഡ്ലൈൻ പോലും അതല്ലേ കാണിച്ചോണ്ടിരിക്കുന്നേ. വെറുതെ വേല ഇറക്കല്ലേ മോളെ. ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല. ഇന്ന് തന്നെയാ എന്റെ ബർത്ത്ഡേ. ഇതെന്താ ഒരു ചോക്ലേറ്റ് ഉള്ളോ? ഒന്നുകൂടി തരാൻ പാടില്ലേ? താങ്ക് യു. ഓക്കെ, ബർത്ത്ഡേ ബേബിക്ക് എന്ത് ഗിഫ്റ്റ് തരണം? ആ ടാങ് ടടാങ്. വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. പെണ്ണു വന്നല്ലോ, പെണ്ണു വന്നല്ലോ. ഇരിക്കല്ലേ ഇരിക്കല്ലേ ഇരിക്കല്ലേ, എഴുന്നേക്ക്. ഇല്ലെങ്കിൽ നിന്റെ പെണ്ണ് പണക്കാരൻ ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോകും. അതുവഴി പോവല്ലേ, പണക്കാരൻ ചെറുക്കൻ നിപ്പുണ്ട്. പെണ്ണു വന്നല്ലോ, പെണ്ണു വന്നല്ലോ. ഇന്ന് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. ഇന്ന് സോഫിയയുടെ പാചകമാ. എത്ര നേരമാ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? എല്ലാം ആറിപ്പോവും. വാ, വന്ന് കഴിക്ക്. വലിയ ബിസി ആയിരുന്നല്ലോ, എല്ലാം കഴിഞ്ഞോ? എന്ത് പാചകോ? അത് കഴിഞ്ഞതുകൊണ്ടല്ലേ നിന്നെ വന്ന് കഴിക്കാൻ വിളിച്ചേ. അതല്ല, രാവിലെ മുതൽ ചോക്ലേറ്റ് കൊടുക്കലും ഗിഫ്റ്റ് വാങ്ങലും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ഇത് കണ്ടായിരുന്നോ? ക്യൂട്ടാണല്ലേ? കാർത്തിക് തന്നതാ. നീ എന്തിനാ അത് വാങ്ങിയേ? വാങ്ങാതെ പിന്നെ ഗിഫ്റ്റ് തരുമ്പോ പിന്നെ വേണ്ടാന്ന് പറയണമായിരുന്നോ? നീ മാത്രമൊന്നും തന്നില്ല. അവന് ഞങ്ങളും ചേരില്ല, അവൻ വേറെ ഗ്രൂപ്പാ, അറിയില്ലേ? അതിനിപ്പോ എന്താ? ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല, എനിക്കെല്ലാരും ഫ്രണ്ട്സാ. എന്നാ പിന്നെ നീ അവന്റെ അടുത്തേക്ക് പോ, ചെല്ല്. എനിക്ക് നീ അവന്റെ അടുത്ത് മിണ്ടുന്ന പോലും ഇഷ്ടമല്ല. ശരി, ടെൻഷൻ ആവണ്ട. ഇനി ഞാൻ അവനോട് മിണ്ടുന്നില്ല. ഓക്കെ അല്ലേ? അയ്യോ, സംസാരിക്കില്ലാന്ന് പറഞ്ഞില്ലേ? ഇനിയൊന്ന് ചിരിക്കി. വേഗം വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ പെണ്ണ് ഓടിപ്പോകും. ഈ സോഫിയ അങ്ങനെ ഒന്നും ഓടിപ്പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. ഇവനല്ലേ ഇരിക്കുന്നേ. വേഗം പുറപ്പെട്, ട്രെയിൻ പോവും, അല്ലെങ്കിൽ കല്യാണം നടക്കില്ല. എല്ലാം നടക്കും, എന്നാലൊരു ചെറിയ ചേഞ്ച്. ആദ്യം സത്യ, പിന്നെ കല്യാണം. സോഫി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്.